വീണ്ടും കൊലവിളിയുമായി നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. തന്റെ കുടുംബത്തെ നശിപ്പിച്ച ആരെയും വെറുതെ വിടില്ല എന്നാണ് ചെന്താമരയുടെ ഭീഷണി. വിചാരണയ്ക്കായി കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു ചെന്താമര ഭീഷണി മുഴക്കിയത്. ഇക്ബാൽ അർക്കിൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ചെന്താമരയുടെ ഭീഷണി കോടതിയിൽ ഹാജരാക്കുമ്പോൾ ആർക്ക് നേരെ ആയിരുന്നു? നേരത്തെ ചെന്താമരയുടെ അയൽവാസികളുടെ ആശങ്കയും ഇതുതന്നെയായിരുന്നു, ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉപദ്രവിക്കുമെന്നുള്ള ഭയം. സ്മൃതി, അതായത് ഈ നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ജയിലിലായിട്ടുള്ള ചെന്താമരയെ ഇന്ന് സജിത കൊലക്കേസിന്റെ വിചാരണ നടപടികൾക്ക് വേണ്ടിയാണ് പാലക്കാട്ടെ കോടതിയിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഈ സജിത വധക്കേസുമായി ബന്ധപ്പെട്ട് ചെന്താമരയുടെ ഭാര്യയെ കോടതി ഇന്ന് അവരുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു ഇന്ന് കോടതിയിൽ നടന്നത്. ഈ മൊഴിയെടുപ്പും അതുപോലെ തന്നെ വിചാരണ നടപടികൾക്കും ശേഷം ചെന്താമരയെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് ചെന്താമര ഇത്തരത്തിൽ ഒരു കൊലവിളി ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഭാര്യ തന്നെ ഇന്ന് കോടതിയിലെത്തി ഇത്തരത്തിൽ മൊഴി കൊടുത്തില്ലേ എന്ന ചോദ്യത്തിന് തൻ്റെ കുടുംബത്തെ നശിപ്പിച്ചവരാരാണോ അവർക്കെതിരെ എല്ലാം താൻ പക വീട്ടും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ചെന്താമര നടത്തിയത്. നേരത്തെ 2019 സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നീട് ശിക്ഷ അനുഭവിച്ച് ജാമ്യം ലഭിച്ച് വീണ്ടും പോത്തുണ്ടിയിലേക്ക് എത്തിയ ചെന്താമര അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എതിരെ എല്ലാം ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ സുധാകരനെയും അതുപോലെ സുധാകരന്റെ അമ്മയെയും കൊലപ്പെടുത്തുന്ന ദിവസം അന്ന് രാവിലെ പോലും അയൽവാസികളെ കത്തി കാണിച്ചും അതുപോലെ തന്നെ പല രീതിയിലുള്ള വാക്കുകളിലൂടെയും ചെന്താമര ഭീഷണിപ്പെടുത്തിയാണ്. അതേ രീതിയിലുള്ള ഭീഷണി ഇപ്പോഴും ചെന്താമര തുടരുന്നു. അതേ പക ഇപ്പോഴും ചെന്താമര തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തൻ്റെ കുടുംബത്തെ നശിപ്പിച്ച തൻ്റെ ഭാര്യയും മകളും തന്നെ വിട്ടുപോകാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ എല്ലാം താൻ ഇനിയും പകയോടുകൂടി പെരുമാറും, അവരെയെല്ലാം നശിപ്പിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഇന്ന് ഈ കോടതി വളപ്പിൽ നിന്നും ജയിലിലേക്ക് ജയിൽ ഉദ്യോഗസ്ഥരുമായി പോകുന്നതിനിടയിലും ചെന്താമര നടത്തിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ബോയൻ നഗറിലുള്ള ആളുകൾ വലിയ രീതിയിൽ പരിഭ്രാന്തിയിൽ ആയിരിക്കുകയാണ്. അവരെല്ലാം വലിയ രീതിയിൽ പേടിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോഴും ചെന്താമര അയാളുടെ പക മനസ്സിൽ നിന്നും മാറ്റിയിട്ടില്ല എന്നുള്ള ഒരു പേടി അവർക്കെല്ലാം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ചെന്താമര പിടിയിലായപ്പോൾ ചെന്താമര ജയിലിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവരെല്ലാം ഒന്ന് ആശ്വസിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ കോടതി വളപ്പിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം ചെന്താമര നടത്തിയതോടുകൂടി വലിയ രീതിയിൽ ഒരു ഭീതിയിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. താനൊരു ഈഴവനാണ്, താൻ പറഞ്ഞ വാക്കുകളെല്ലാം നിറവേറ്റുന്നവനാണ്, അതുകൊണ്ട് തന്നെ ആരും മറക്കേണ്ടതില്ല. തൻ്റെ കുടുംബത്തെ നശിപ്പിച്ചവർക്കെതിരെ താൻ എന്തായാലും അവരെ എല്ലാം നശിപ്പിക്കുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ചെന്താമര നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ കേസിൻ്റെ ഈ വിചാരണ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പോൾ ചെന്താമരയെ ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിയ്യൂർ ജയിലിലാണ് ചെന്താമര ഉള്ളത്. ആ വിയ്യൂർ ജയിലിലേക്ക് ഇപ്പോൾ ചെന്താമരയെ കൊണ്ടുപോയിരിക്കുന്നു. 2019 സജിത, അതായത് തൻ്റെ കുടുംബത്തെ നശിപ്പിച്ചതിന് ശേഷം ഈ ബോയൻ കോളനിയിലെ താമസക്കാരിയായിട്ടുള്ള സജിതയെ ചെന്താമര കൊലപ്പെടുത്തുന്നു. ആ കേസിന് വിചാരണ നടപടികൾക്ക് വേണ്ടിയാണ് ചെന്താമരയെ ഇന്ന് കോടതിയിലേക്ക് പാലക്കാട്ടെ കോടതിയിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് അല്ലെങ്കിൽ ആ വിചാരണ നടപടികൾക്ക് ശേഷം വീണ്ടും കോടതി വളപ്പിലൂടെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം ചെന്താമര നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ കൊടും കുറ്റവാളിയായിട്ടുള്ള ചെന്താമര ഇപ്പോഴും അയാളുടെ പക മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയൊരു തെളിവായിരുന്നു ഇന്നത്തെ അയാളുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഏതായാലും അയാളെ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ ബോയൻ നഗർ കോളനിയിലെ അല്ലെങ്കിൽ ബോയൻ നഗറിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് ചെന്താമരയുടെ ഭാഗത്ത്. കൊലവിളി ഗൗരവത്തിലെടുക്കുമെന്ന് തന്നെ കരുതാം. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര കൊലവിളി പ്രതികരണം വീണ്ടും നടത്തിയിരിക്കുകയാണ്. തന്റെ കുടുംബത്തെ നശിപ്പിച്ച ആരെയും വിടില്ല എന്നാണ് ചെന്താമര ഭീഷണി മുഴക്കിയത്. വിചാരണക്കായി കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്.